തമിഴ്നാട് ശിവഗംഗയിലെ ക്ഷേത്ര ജീവനക്കാരൻ അജിത്തിന്റെ മരണം കസ്റ്റഡി കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചു മദ്രാസ് ഹൈക്കോടതി. ജുഡീഷ്യൽ അന്വേഷണത്തിലാണ് സ്ഥിരീകരണം. സിബിഐ അന്വേഷണത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കണമെന്നും കോടതി. സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായത് 5 പോലീസ് ഉദ്യോഗസ്ഥരാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഇനി കൂടുതൽ പോലീസുകാരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ കേസിൽ ഹൈക്കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ വളരെ നിർണായകമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു മോഷണ കേസിൽ ആണ് അജിത് കുമാർ എന്ന് പറയുന്ന യുവാവിനെ, ക്ഷേത്ര ജീവനക്കാരനായ യുവാവിനെ ശിവഗംഗയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ജൂൺ 28-നാണ് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അത് ആദ്യം അദ്ദേഹത്തിന് അസുഖബാധിതനായിരുന്നു, അതിനെ തുടർന്നാണ് മരണപ്പെട്ടതെന്നായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം. പിന്നീട് ഈ അജിത് കുമാറിൻ്റെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ച് ദൃശ്യങ്ങളടക്കം പോലീസ് അജിത് കുമാറിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിച്ച ശേഷമാണ് അന്വേഷണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കോടതി മാറുന്നത്. കോടതിയാണ് ഇത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മധുര ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അന്വേഷിക്കണമെന്നും അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതിനെ തുടർന്നാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് കസ്റ്റഡി മരണമാണെന്ന് ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നത്. കസ്റ്റഡി മരണം ഹൈക്കോടതി സ്ഥിരീകരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇതിൽ വിശദമായ അന്വേഷണത്തിന് CBI ചുമതലപ്പെടുത്തുന്നു. CBI ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ അറസ്റ്റിലായ 5 പോലീസ് ഉദ്യോഗസ്ഥരിൽ ഈ കേസ് ഒതുങ്ങാൻ പാടില്ല. ഏറ്റവും വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് കോടതി ഇന്ന് നിർദ്ദേശിക്കുന്നു. അങ്ങനെ വളരെ നിർണായകമായ ഒരു വിധിയും നിർദ്ദേശവുമാണ് കോടതി നടത്തിയിട്ടുള്ളത്. ജൂൺ 28-ന് ഒരു യുവാവ് കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ യുവാവ് മരണപ്പെട്ടതായി പോലീസ് പറയുന്നു. അതിനുശേഷം പോലീസ് ഒരു സ്വാഭാവിക അന്വേഷണം നടത്തി ഇത് സ്വാഭാവിക മരണം മാത്രമാണെന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കോടതി വളരെ വേഗം ഹൈക്കോടതി ഇടപെടുന്നു. ഹൈക്കോടതി ഇടപെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നു. 5 പോലീസുകാർ പ്രതികളാകുന്ന കേസ്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത്, അജിത് കുമാറിൻ്റെ ദേഹത്ത് ഏതാണ്ട് 30ഓളം മുറിവുകളും ചതവുകളും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുന്നു. അങ്ങനെ ആ അന്വേഷണത്തിലാണ് ഈ 5 പോലീസുകാർ കുറ്റക്കാരാണെന്നും അതിനുശേഷമാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഇപ്പോൾ അത് കസ്റ്റഡി കൊലപാതകമാണെന്നും സ്ഥിരീകരിക്കുന്നത്. തമിഴ്നാട് പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഈ സ്റ്റാലിൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ 24 കസ്റ്റഡി മരണങ്ങൾ ഇനി വിശദമായി അന്വേഷിക്കണമെന്നുകൂടി കോടതി നിർദ്ദേശിക്കുന്നു. അങ്ങനെ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അരുണ്യ, ശിവഗംഗയിലെ ക്ഷേത്ര ജീവനക്കാരനായ യുവാവിൻ്റേത് കസ്റ്റഡി കൊലപാതകമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം. ഇതോടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തേക്കും. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.